മുത്തപ്പൻ തിരുവപ്പന എന്ന് പറഞ്ഞിട്ട് രണ്ട് അവതാരങ്ങളുണ്ട്. അതിൽ വെള്ളാട്ടം എന്ന് പറയുന്നത് ശിവൻ്റെ അവതാരമായിട്ടും തിരുവപ്പന എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ് കാണുന്നത്. പിന്നെന്നാ അറിയുന്നത് രണ്ട് തരത്തിലുള്ള പിന്നെ രണ്ട് സമ്പ്രദായങ്ങളുണ്ട് ഈ ചടങ്ങിന്, മുത്തപ്പൻ ചടങ്ങിന്. പ്രയാട്ട് സ്വരൂപം ഇതായിട്ടും ചുഴലി സ്വരൂപത്തിലായിട്ട് രണ്ട് സമ്പ്രദായത്തിൽ ഇത് കഴിക്കുന്നത്. പറശ്ശിനിക്കടവിൽ ചുഴലി സ്വരൂപത്തിൻ്റെ ഇതായിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ പ്രയാട്ട് സ്വരൂപമായിട്ടാണ് ഇങ്ങോട്ട് കഴിക്കുന്നത്. വീടുകളിലും അമ്പലങ്ങളിലും മുത്തപ്പൻ നടത്തില്ലേ? നടത്തുന്നത്. വീടുകളിൽ സാധാരണ മുത്തപ്പൻ വെള്ളാട്ടാണ് കഴിച്ചു വരുന്നത്. പിന്നെ ക്ഷേത്രങ്ങളിലാണ് ഈ തിരുവപ്പന മഹോത്സവമായിട്ട് കഴിച്ചു വരുന്നത്. വീടുകളിൽ നടത്തുന്നതിന്റെ ഒരു ഇതെന്താണ്? വീടുകളിൽ ഈ ഓരോരുത്തരുടെ പ്രാർത്ഥനേന്റെ ഭാഗമായിട്ട് പുതിയ വീട്ടുകൂടൽ കഴിയുമ്പോൾ പിന്നെ അവരെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥന അങ്ങനെയെല്ലായിട്ടാണ് വീടുകളിൽ കഴിച്ചു വരുന്നത്. ഇതിന്റെ ചടങ്ങുകളെ പറ്റിയിട്ടൊന്ന് പറയോ? അതായത് തുടക്കത്തിൽ ആദ്യം മുത്തപ്പന് മലയിറക്കുക എന്നിട്ടുള്ള ചടങ്ങ്. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മുത്തപ്പൻ്റെ കോലം കെട്ടിച്ച് വെള്ളാട്ട രൂപത്തിൽ ഇറങ്ങും. അതെന്നിട്ട് കുറേ അതിൻ്റെ നൃത്തങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഭക്തന്മാർ കണ്ട് അനുഗ്രഹം എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് വീടുകളിൽ കഴിക്കുന്നതെങ്കിൽ വീട്ടിലെ ആൾക്കാർ കണ്ടിട്ട് വീട്ടിലേക്ക് പോയി അവിടെയുള്ള ആൾക്കാരെല്ലാം കണ്ട് വന്നിട്ട് മുടി കഴിക്കുക എന്നിട്ടുള്ള ചടങ്ങ്. അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. മുത്തപ്പൻ ചരിത്രം നന്നായി മക്കളില്ലാതെ ദുഃഖത്തിൽ അയ്യങ്കരയില്ലത്ത് ആടിക്കുറ്റി എന്ന് പറയുന്ന അന്തർജനം പ്രാർത്ഥിച്ചിട്ട് ലഭിച്ചത് ഒരു കുട്ടിയാണ് മുത്തപ്പൻ എന്ന് പറയുന്നത്, അതായത് തിരുവപ്പന. അപ്പോൾ അത് കുറേ കാലം വളർത്തി. അപ്പോൾ മത്സ്യമാംസമെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങിയാൽ ഇല്ലത്ത് പറ്റുമല്ലോ, ബ്രാഹ്മണ ഇല്ലത്താകുമ്പോൾ മത്സ്യമാംസാദികൾ പറ്റാത്തത് കൊണ്ട് അവർക്ക് നമുക്ക് വിഷമങ്ങളുണ്ടായി. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നീ കാരണം ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തപ്പൻ കണ്ടേ ഒരുപാട് ദേഷ്യം, ആർക്കാലും ഒരു ഇതുണ്ടാവുമല്ലോ, ദേഷ്യം വന്നിട്ട് അങ്ങനെ മലനാടുപോലെ സഞ്ചരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നത്. അപ്പോൾ കുന്നത്തൂർപ്പാടിയിൽ വന്ന് അടിയാളന്മാരെല്ലാം ഇതായി. എന്നിട്ട് അങ്ങനെ കടലോട് കണ്ണപുരം നടത്ത് കണ്ട് പറശ്ശിനിക്കടവ് നിത്യോത്സവത്തിനായിട്ട് ആറാട്ടിനും അലങ്കാരത്തിനും പറ്റിയ സ്ഥലം വേണമെന്ന് എഴുതിയിട്ട് ദൈവം നിത്യോത്സവത്തിനായിട്ട് പറശ്ശിനിക്കടവിൽ വന്ന് അങ്ങനെ പറശ്ശിനിക്കടവിൽ ഇപ്പോൾ നിത്യോത്സവമായിട്ട് കഴിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റുള്ള ഇവിടെ നാടുകളിൽ കുറേ മടപ്പരകളിൽ കൊല്ലത്തിൽ ഉത്സവം ഉത്തരി ഉത്സവം തിരുവപ്പന ഉത്സവമായിട്ട് കഴിച്ചു വരുന്നത് കൊല്ലത്തിൽ 2 പ്രാവശ്യം. പിന്നെ ഈ മുത്തപ്പൻ വെള്ളാട്ടം നടത്തുന്നവരില്ലേ, അത് എങ്ങനെയുള്ളവരാണ്? മീൻസ് ഒത്തിരി പല ഇതിൽ നിന്നുള്ളവരാണ്? കോലധാരികൾ, മുത്തപ്പൻ്റെ കോലധാരി എന്നാണ് പെരുവണ്ണ സമുദായത്തിലുള്ള ഓട്ടറും അഞ്ഞൂറ്റ സമുദായത്തിലുള്ള ഓട്ടറാണ് ഇത് സാധാരണ കഴിച്ചു വരുന്നത്. അഞ്ഞൂറ്റ സമുദായത്തിൽപ്പെട്ട ഓട്ടർ തിരുവപ്പന, അത് കുന്നത്തൂർപ്പാടിയിൽ തിരുവപ്പന കഴിച്ചു വരുന്നത്. പറശ്ശിനിക്കടവിൽ പെരുവണ്ണ സമുദായത്തിൽപ്പെട്ട ഓട്ടറാണ് ഈ 2 ദൈവങ്ങളെയും കഴിച്ചു വരുന്നത്. പിന്നെ മലയ സമുദായത്തിൽപ്പെട്ടവർ വാദ്യം എടുക്കും. പിന്നെ ഇത് മത്സ്യം ഉണ്ടാവും, മാംസം കഴിക്കുന്ന ദേവനാണ്. മത്സ്യം ഇവിടെ പറശ്ശിനിയിൽ പച്ച മത്സ്യം ചുട്ടിട്ട് കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് അത് ഉണക്ക് അയച്ച് നിവേദിക്കുന്നു. പിന്നെ കള്ള് മുത്തപ്പൻ മധുവെടുത്ത് ഉല്ലസിച്ച് നടന്നുകൊണ്ട് കള്ളു കുടിക്കും. നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു രീതിയിൽ ഈ മത്സ്യമാംസാദികളില്ലല്ലോ, അപ്പോൾ നമ്മുടെ മുത്തപ്പൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടിൽ വരുന്നതല്ലേ ഈ ഉണക്കമീൻ ചുട്ടത്, അതിൻ്റെ ഒരു ഐതിഹ്യം ഭയങ്കര. ഇത് പണ്ട് ദൈവം ഇത് മലനാടുകളെ സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് വേട്ടയാടിയിട്ട് ഇത് മൃഗങ്ങളെല്ലാം ചുട്ടു വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ മത്സ്യത്തിനെ പിടിച്ച് മത്സ്യത്തിനെ ചുട്ടു വന്നിട്ടുള്ള അങ്ങനെയുള്ള അത് അടിയാളവർഗം എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ സാധാരണ. ഈ മുത്തപ്പൻ കൂടി ചേർന്നേരം ഇതെല്ലാം കഴിച്ചു തുടങ്ങി. അങ്ങനെ ഈ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ അതിനെ പറ്റി പറയും. മുത്തപ്പൻ അതായത് ഈ ഉണക്കമീൻ ഇതൊക്കെ ചുട്ടു തിന്നാനുണ്ടായ ആ ഒരു ഇതിനെ പറ്റിയിട്ട് അവരെ കൂട്ടുകെട്ടന്നെ. നമ്മളിപ്പോൾ അയ്യങ്കര ഇല്ലത്ത് വളർന്നതാണെങ്കിലും ഇതിൻ്റെ കളിച്ച് വളർന്നതെല്ലാം സാധാരണ അടിയാളന്മാർ അങ്ങനെയുള്ള കാട്ടുജാതിക്കാരപ്പുറം വളർന്നെത്തിയിട്ടാണ്. അപ്പോൾ അവരെ ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങി അങ്ങനെ ഇതിലേക്ക് വന്നു.
നടക്കുന്ന കുഴപ്പമില്ല.
സർവനാഥാകന്മാരും നാളടിയാറ് കുടിപതിക്ക് യാതൊരറ്റ പറ്റ കീടുന്ന ഭൂമിയെ മൃതാതെ ചിത്രക്കോട്ടയിൽ ഞങ്ങളെല്ലാവരും നിങ്ങളുണ്ടായിരുന്നു മൃതായം ഒന്നും പക്ഷം പോലെ യാതൊരുപാനായിക്കൊണ്ട് ഞാനമോ കടിപ്പെടുത്തുപ്പൻ ഭോഗിനാറ്
ഉള്ള ദിവസം കൊണ്ട് വിഷമങ്ങളുണ്ടെയും പരാതികളുണ്ട് സങ്കടങ്ങളുണ്ടെയും എല്ലാവരുടെ കാര്യങ്ങളൊക്കെ ശാന്തമായി കൊടുക്കുമ്പോഴും എൻ്റെ വിളി എന്താ എൻ്റെ മുത്തപ്പൻ കേൾക്കാതെ സങ്കടം എന്താ കാണാതെ എന്നെപ്പോഴും എന്നെ ചിന്തിക്കുന്നു അല്ലേ ചിന്തിച്ച കാര്യത്തിനും പ്രാർത്ഥിച്ച കാര്യത്തിനും മുത്തപ്പൻ തൊട്ടകരം വിട്ടുകളയാതെ കൂടി ഉണ്ടായിട്ട് കുന്നുമറ വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രഭ പോലെ ജീവിത ശോഭിക്കേണ്ട വഴിയും മാർഗം മുത്തപ്പത്തിനും എല്ലാ ഭാഗ്യമായിട്ടും എല്ലാ കാര്യങ്ങളും സന്തോഷിക്കാനും സങ്കടപ്രദാതകളുള്ള വഴി ആരിരാരോഗങ്ങളും രോഗങ്ങൾ പുറകെ വരാതകളുള്ള മാനസികമായി ശരീരമായി തളർന്നു പോകാതകളുള്ള സംരക്ഷണം മുത്തപ്പൻ നാളിൽ തരട്ടും ഇന്ന് മുത്തപ്പൻ്റെ കാവിനും രക്ഷയുണ്ടാകട്ടും മുത്തപ്പൻ്റെ കുഞ്ഞുകുട്ടിയല്ലേ മുത്തപ്പൻ്റെ ഭാരത്തും പഠിക്കണം പക്ഷേ സഹായിക്കുന്നവണ്ണം പഠിക്കണം എന്താ നല്ല കഴിവ് നേടണം വിദ്യാദേവി സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടും നാളെ നല്ല വഴിയായിട്ടും വളർന്നു വരട്ടെ പഠിത്ത കാലത്തിലും എല്ലാം ജയിക്കണ്ടേ മനസ്സാടി കളിപ്പിക്കുന്ന നാളെ മുന്നിലാകണതിന് പിന്നിലായി പോകാതെ നോക്കുമ്പോൾ കേട്ടാ കളിയും ചിരിയും മാത്രം പോരാ നല്ല വണ്ണം പഠിച്ച് തന്തി വളർത്തി നല്ല കഴിവ് തരണം നല്ല പഠിക്കേണ്ട പിന്നെ ശരണം മുത്തപ്പ എന്ന് പ്രാർത്ഥിച്ച് പഠി കേൾക്കട്ടെ മുത്തപ്പൻ്റെ മണ്ണാരത്തിങ്കളതായ പൊന്നും പുഷ്പതളങ്ങളെ പോലെ മുത്തപ്പൻ വളർത്തി അടയ്ക്കാം ധരി ധരയായിട്ട് വളരാനും നമ്മുടെ സാരി മുത്തപ്പനെ പ്രാർത്ഥിക്കണ്ടല്ലേ ഇഷ്ടമല്ലേ മുത്തപ്പന വിളിക്കണ്ടില്ലേ മുത്തപ്പോയ കളിക്കുമ്പോഴും കൂടെ ഉണ്ടാകാനും പറ്റാതെ പൊട്ടാതെ മുത്തപ്പന് കണ്ണിലെ കൃഷ്ണമണി പോലെ എല്ലാ മാതാപിതാക്കന്മാർ ഏത് പ്രകാരമാണ് സന്താനങ്ങളെ വളർത്തിയെടുക്കുന്ന ചെയ്തതിനും മുത്തപ്പനും എല്ലാ കാര്യങ്ങളും നോക്കി കൊടുത്ത് വളർത്തിയെടുക്കാം ജീവിതം കൊണ്ടും മനസ്സിനെ കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ആകാശാപതിനാഥ ഒഴികരം നവദേവ നമസ്കാരം എല്ലാ കാര്യങ്ങളൊക്കെയും ദേഹരക്ഷയും കാവലക്ഷ്യം മുത്തപ്പൻ തരട്ടെ എല്ലാ മക്കളെ കളിയും ചിരിയും കാലത്തൊക്കെ സങ്കടങ്ങളൊക്കെ മറന്നേ അന്നും ഉറങ്ങുന്നുണ്ടേ മുത്തപ്പ ജീവിതം കൊണ്ടും മനസ്സുകൊണ്ടും കാര്യങ്ങൾ കൊണ്ടും ഒന്നും നഷ്ടപ്പെടാതെ കിട്ടും നാളെ രോഗങ്ങൾ പുറകേടാതെ കൊണ്ടും സംരക്ഷണം എടുക്കലോ നാളെ മുത്തപ്പൻ കൽപ്പിക്കട്ടെ പടങ്കരത്തിനും പലങ്കരത്തിനും ശരീരത്തിനും മനസ്സിനും മുത്തപ്പ ശക്തി തരട്ടെ